കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 23. രചന ദിവ്യ ജി.കെ. അവതരണം നീള. ആദം സ്പെഷ്യൽ വാങ്ങിക്കൊണ്ടുവന്നത് കഴിക്കാനായി അവരെ വിളിക്കാൻ വന്ന ആലി അകത്ത് കേട്ട അവരുടെ വാക്കുകളിൽ തകർന്ന് നെഞ്ചിൽ കൈവച്ച് മതിലിൽ ചാരി നിന്നിട്ട് അവരെ വിളിക്കാതെ വെപ്രാളത്തോടെ ഓടി റൂമിലേക്ക് പോകുന്നതിനിടയിൽ ആദം ചോദിച്ചു, ആലി, നീ അവരെ വിളിക്കാതെ എവിടെ ഓടിപ്പോവുകയാണ്? ആദം, വിളിക്ക്, എനിക്ക് അത്യാവശ്യമായി വാഷ്റൂമിൽ പോകണം. തിരിഞ്ഞു നോക്കാതെ ഓടുന്നവളെ നോക്കി ചിരിയോടെ ആദം പറഞ്ഞു, ഇങ്ങ് മുട്ടി തുമ്പത്ത് വരുമ്പോഴേ അവള് മുള്ളാനോടത്തോളൂ. എത്ര പറഞ്ഞാലും കേൾക്കില്ലെന്ന് വെച്ചാൽ എന്നാ ചെയ്യാനാണ്? ആലി വാഷ്റൂമിൽ ഓടിക്കേറി വെള്ളം തുറന്നു വിട്ടിട്ട് ഹൃദയം പൊട്ടുന്ന വിധം കരഞ്ഞുപോയി. കുറച്ചു സമയത്തെ കരച്ചിലിനു ശേഷം താൻ ജീവിച്ചിരിക്കുമ്പോൾ ആദത്തിനെ മറ്റൊരുത്തിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് മനസ്സിനെ കല്ലാക്കി ഒന്നും കേട്ടിട്ടില്ലെന്ന ഭാവത്തിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ട് ഇട്ട വേഷത്തോടെ ഷവറിന്റെ മുന്നിലേക്ക് നിന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങി. മനസ്സിലെ സംഘർഷങ്ങൾ ആ വെള്ളത്തിൽ കഴുകിക്കളയാൻ ശ്രമിച്ചിട്ടും അകം വല്ലാതെ പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും കഴിക്കാൻ വന്നിരുന്നു. അവർ കഴിച്ചു തീർന്നു പോയിട്ടും ആലി വരാത്തതിനാൽ ആദം റൂമിലേക്ക് കയറി ബാത്റൂമിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. ആലി, ഇതെത്ര സമയമായി? നീ അവിടെ എന്താ എടുക്കുകയാണ്? ആദത്തിന്റെ വിളി കേട്ടപ്പോൾ ഡ്രസ്സ് മുഴുവൻ ഊരി ബക്കറ്റിലേക്കിട്ടിട്ട് പോയി ബാത്റൂമിന്റെ ഡോർ തുറന്നതും പൂർണ്ണ നഗ്നയായി നിൽക്കുന്ന ആലിയെ നോക്കി ആദം ചോദിച്ചു, നീ വൈകിട്ട് കുളിച്ചതല്ലേ? കുളിച്ചിരുന്നു. പിന്നെന്തിനാണ് ഇപ്പോൾ കുളിച്ചത്? എനിക്ക് കുളിക്കാൻ തോന്നിയിട്ട് ഞാൻ കുളിച്ചു. നീ അവിടെ നിൽക്ക്, ഞാൻ തല തുടയ്ക്കാൻ തോർത്തെടുത്തിട്ട് വരാം. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ആദത്തിന്റെ കൈകളിൽ പിടിച്ച് ആലി ചോദിച്ചു, എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ മടുത്തുപോയോ? ആദ്യത്തെ ചോദ്യം തുറന്നു ചോദിച്ചെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ആലി മനസ്സിലാണ് ചോദിച്ചത്. എന്റെ പൊന്നു മോളെ, ഇത് കണ്ടിട്ട് എനിക്ക് പലതും തോന്നുന്നുണ്ട്. എന്നിട്ടും കടിച്ചു പിടിച്ചു നിൽക്കുന്നത് പാതിരാത്രി തല നനച്ച് നിനക്ക് പനി വരാതിരിക്കാനും പിന്നെ കുറച്ചു മുന്നേ വയറ് വല്ലാതെ വിശക്കുന്നെന്നും പറഞ്ഞില്ലേ, അതും ഓർത്തിട്ട് മാത്രമാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിന്നെ ഉറക്കില്ല. കഴിഞ്ഞ 5 ദിവസമായി പട്ടിണിയിലാണ്. താഴേന്ന് മുകളിലേക്ക് മൊത്തത്തിലൊന്ന് നോക്കി പറയുന്നവന്റെ കഴുത്തിൽ കടിച്ചു ചുംബിച്ച് ആലി പറഞ്ഞു, ഈ നനവിൽ ഇതുപോലെ എനിക്ക് വേണം. ഇപ്പോൾ എനിക്ക് നിന്നെ തിന്നാനാണ് വിശപ്പ്. ആലിയുടെ സംസാരത്തിന്റെ അരത്തിൽ ആദത്തിന്റെ കൈയും ചുണ്ടും ഭ്രാന്തമായി ആലിയുടെ ശരീരത്ത് അലയാൻ തുടങ്ങിയും അവനേക്കാൾ വേഗതയിൽ അവനേക്കാൾ ഭ്രാന്തമായി എന്തോ നേടാനുള്ള വ്യഗ്രതയോടെ ഉത്തേജന മരുന്ന് കരിച്ചവളെ പോലെ ആലി ആദത്തിലേക്ക് പടർന്നു കയറി. കുറച്ചു സമയത്തിനു ശേഷം അവളിൽ നിന്നും അകലാൻ തുടങ്ങിയവനെ അനങ്ങാൻ സമ്മതിക്കാതെ അവന്റെ അരയിൽ മുറുക്കി പിടിച്ച് ആലി അനങ്ങാതെ കിടന്നു. ആലി, ഞാൻ ഇങ്ങനെ കിടന്നാൽ നിനക്ക് ശ്വാസം മുട്ടുമടി. ഇല്ല, എനിക്ക് ശ്വാസം മുട്ടില്ല. ആദം ഇങ്ങനെ കിടന്നാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ആദം, എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? നീ ചോദിക്കുന്നതിന് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ആലിയെ, നീ കള്ളം പറയുമെന്ന് ഞാൻ പറഞ്ഞോ? നമ്മുടെ കെട്ട് കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ നീ ഇതുപോലെ പെരുമാറിയിട്ടില്ല. ഇന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്നതാണ് കാരണം? എന്റെ കെട്ടിയോനുമായി സ്നേഹം പങ്കുവെക്കാൻ പ്രത്യേകിച്ച് കാരണം വേണോ? എന്തായാലും നല്ല സുഖമായിരുന്നു. എന്നും ഇതുപോലെ ആയിരുന്നേൽ അടിപൊളിയായിരിക്കും. കിടന്ന കിടപ്പിൽ തന്നെ അവളെ അമർത്തിപ്പിടിച്ച് മുഖം മുഴുവൻ ഉമ്മ കൊടുത്ത് ആദം പറയുമ്പോൾ ആലിയുടെ മനസ്സു നിറയെ ഈ മാസം തന്റെ വയറിൽ ഒരു കുരുന്നിനെ തരണേ മാതാവേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു. മാസത്തിൽ വരുന്ന ചുവന്ന നിറത്തെ ആലി ഒരുപാട് ഭയപ്പെട്ടു തുടങ്ങി. 12 മണിയായിട്ടും പ്രവീണിനെ കാണാതെയായപ്പോൾ ആശ ഫോൺ എടുത്ത് പ്രവീണിനെ വിളിക്കാൻ തുടങ്ങി. ആദ്യം കൂട്ടുകാരികളെ വിളിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ആ സമയത്ത് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. അവര് വഴി പ്രവീണിനെ വിളിക്കാമെന്ന് ചിന്തിച്ച ബുദ്ധി മാറ്റിവെച്ച് ആശ പലവട്ടം വിളിച്ചിട്ടും പ്രവീൺ ഫോൺ എടുത്തില്ല. പ്രവീൺ ഫോൺ എടുക്കാതെ ആയപ്പോൾ ആശയ്ക്ക് ടെൻഷൻ കൂടി തുടങ്ങി. അവളിലെ കാമുകിയും ഭാര്യയും ഒരുപോലെ ഉണർന്നു. കാശ് പോയാലും വേണ്ടിയില്ല, പ്രവീണിനെ മതിയെന്ന ചിന്തയിൽ എത്തിച്ചേർന്നു. തന്നോടുള്ള ദേഷ്യത്തിന് പുറത്തേക്ക് പോയി വല്ല വണ്ടിയും തട്ടിയാലോ? എന്തെങ്കിലും പറ്റിയാലോ? ഇതിൽ കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരും. ഒന്നും പറ്റാതെ പ്രവീൺ തിരിച്ചു വന്നാൽ മാത്രം മതി. പ്രവിയുടെ വാട്സപ്പിൽ ആശ മെസ്സേജ് അയച്ചു, ഞാൻ ചിട്ടി പിടിച്ചു തരാം. പ്രവിയുടെ ഇഷ്ടം പോലെ ചെയ്തോ.
എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ ഒന്ന് വീട്ടിൽ വരുമോ? ക്ലബിന്റെ കലങ്ങിലിരുന്ന പ്രവി ആശയുടെ മെസ്സേജ് കണ്ടതും സുന്ദരമായി ചിരിച്ചു. എനിക്കറിയാടി, ഇതിൽ കൂടുതൽ വാശിയെടുക്കാൻ എന്റെ ആശയ്ക്ക് കഴിയില്ല. എനിക്കെല്ലാവരെയും അറിയാം. എന്റെ അമ്മയെയും അച്ഛനെയും അവരുടെ കാലം കഴിയുന്നതുവരെ നല്ലതുപോലെ നോക്കേണ്ട കടമ എനിക്കുണ്ട്. അമ്മ എന്തൊക്കെ ചെയ്താലും അവർ എന്നെ പ്രസവിച്ചതാണ്. എനിക്ക് വെറുക്കാനോ ദ്രോഹിക്കാനോ കഴിയില്ല. നിന്നോട് വഴക്കു കൂടുമ്പോഴും പിണങ്ങുമ്പോഴും നീ എന്റെ സ്വന്തമാണ്, എന്റെ എല്ലാമാണ്. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ എനിക്ക് കുറ്റബോധം തോന്നാറില്ല. നിന്നെ ഞാൻ പലപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാം. സോറി ഡി. ഫോണിലെ ആശയുടെ ഫോട്ടോയിൽ പ്രവീൺ അതീവ സ്നേഹത്തോടെ ചുംബിച്ചു. മെസ്സേജ് അയച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രവി വന്നതും ആശ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. ഓ, വാശിക്കാരി പിണക്കം തുടങ്ങി. അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് അകത്തു കയറി മെയിൻ ഡോർ ലോക്ക് ചെയ്തു. മുറിയിലെ ഡോറും അടച്ചിട്ട് നോക്കിയപ്പോൾ തല വഴിയെ ചൂടിപ്പുതച്ച് കിടക്കുന്ന ആശയെ നോക്കി ഉള്ളിൽ ചിരിച്ചിട്ട് ബാത്റൂമിൽ പോയിട്ട് വന്ന് അവളുടെ അരികിലായി കിടന്ന് പ്രവി പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷം കഴിഞ്ഞു. ഇത്രയും വർഷത്തിനിടയിൽ നിനക്കെന്നെ നല്ലതുപോലെ അറിയാം. ഞാനൊരു കാര്യം വിചാരിച്ചാൽ അത് ചെയ്യാതെ മാറില്ലെന്ന് നിനക്കുറപ്പാണ്. എപ്പോഴും നീ ആദ്യം എതിർത്ത് പിന്നീട് സമ്മതിക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? ആദ്യം തന്നെ എതിർക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അതേല്ലോ, ഒരു വാക്കിൽ ഉറച്ചു നിൽക്കാതെ ഞാൻ പൊട്ടിയെപ്പോലെ എല്ലാം സമ്മതിക്കുന്നത് കൊണ്ടാണല്ലോ പ്രവേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ആശേ, നീ പൊട്ടിയെപ്പോലെ സമ്മതിക്കുന്നതല്ല, നിനക്കെന്നോടുള്ള സ്നേഹം കൊണ്ട് അറിയാതെ സമ്മതിച്ചു പോകുന്നതാണ്. എത്ര ദുഷ്ടത്തിയാണെങ്കിലും അതെന്റെ അമ്മയാണ്. നീ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്? അവരെ ഇത്രയും നാളും വളർത്താൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ തന്നെയല്ലേ എന്റെ അമ്മയും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അവരുടെ കാലം കഴിയുന്നത് വരെ എനിക്കവരെ നല്ലതുപോലെ തന്നെ നോക്കണം. നിന്റെ വീട്ടുകാരെ നീ നോക്കുന്നതിന് ഞാൻ എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തന്നെ നോക്കണം. നിന്റെ സഹോദരൻ അവരെ നല്ലതുപോലെ കെയർ ചെയ്യുന്നതിനാൽ അവർക്ക് എല്ലാ കാര്യത്തിലും നിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എന്റെ വീട്ടിലെ സ്ഥിതി അതല്ല. എന്റെ സഹോദരി അവരെ നല്ലതുപോലെ നോക്കില്ല. ആ അവസ്ഥയിൽ അവരെ നല്ലതുപോലെ നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? പ്രവിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആശ നിശബ്ദയായി കിടന്നപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് തലയിൽ ഉമ്മ വെച്ച് പ്രവി ലോലമായി പറഞ്ഞു, നീ ഉറങ്ങിക്കോ. എനിക്ക് നിന്നെ മനസ്സിലാകും. നീ എന്നെയും മനസ്സിലാക്കണം. എനിക്ക് നീയും മക്കളുമല്ലാതെ മറ്റൊരു ലോകമില്ല. ബാക്കിയെല്ലാം എന്റെ കടമയുടെ ഭാഗമാണ്. പ്രവിയുടെ കൈക്കുള്ളിൽ വേവലാതികൾ മറന്ന് ആശ ഉറക്കത്തിലേക്ക് വീണു. ഉറങ്ങുന്ന ആശയെ ഒന്നുകൂടി മുറുകെ പിടിച്ച് എല്ലാ ജന്മത്തിലും അവളെ തന്നെ പാതിയായി കിട്ടണേയെന്ന് പ്രാർത്ഥിച്ച് പ്രവിയും പതിയെ ഉറങ്ങാൻ തുടങ്ങി. നന്ദഗോപൻ രാത്രി റൂമൊക്കെ അടച്ച് മദ്യവും സിഗരറ്റും മുന്നിലെടുത്ത് വെച്ച് അതിൽ തന്നെ നോക്കിയിരുന്നു. ചേച്ചിമാരൊക്കെ വൈകിട്ട് തന്നെ പോയി. എത്ര നിർബന്ധിച്ചിട്ടും അച്ഛനും അമ്മയും പോകാൻ കൂട്ടാക്കിയില്ല. 10 ദിവസം ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. എത്രയും വേഗം ട്രാൻസ്ഫർ വാങ്ങി ചെല്ലാൻ പറയുന്നു. ഈ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. എന്റെ റോസുമോളുടെ കാലടികൾ പതിഞ്ഞ വീടാണ്. പൊട്ടിച്ചിരികൾ കേട്ട വീടാണ്. നെഞ്ചു നീറി കണ്ണു പുകഞ്ഞപ്പോൾ ആദ്യമായി മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്ന് അത് ഗ്ലാസ്സിലേക്ക് പകർത്താൻ തുടങ്ങി. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ കൂടെ കൂടണേ.